ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓലനാണ് ഞാൻ കാണിച്ചിരുന്നത്, കുമ്പളങ്ങ ഓലൻ. ഫസ്റ്റ് തന്നെ കുമ്പളം നേരിയതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ കായ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക, പെട്ടെന്ന് കറ പിടിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം പയർ പറമ്പിൽ നിന്ന് പറിച്ച് തന്നെ പയറും അത്യാവശ്യത്തിനുള്ള പറങ്കിയും അതുപോലെ പിന്നെ തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലോട്ട് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് പയർ അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കുമ്പളങ്ങയിൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കായയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. കായ നന്നായി കഴുകി അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ട് വേണം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം അതിടാൻ. ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നികത്തി ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം കുമ്പളങ്ങ നല്ല വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതുപോലെ നന്നായി ഇളക്കി ഒന്ന് കൊടുക്കുക. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം കയ്യിലിട്ടിട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായത്. പിന്നീട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അധികം ഉടക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേറൊന്നും ഇതിൽ പ്രത്യേകിച്ച് ചേർക്കാനില്ല. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി എടുത്ത് വെച്ചത് തേങ്ങാപ്പാൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ആ പാലിൻ്റെ മോൾ ഭാഗമാണ് ആദ്യം വന്നത്, അതുകൊണ്ടാണ് താഴെ ഒരു ലൈറ്റ് കളറായിട്ട് വന്നത്. അപ്പം നല്ലോണം ചേർത്ത് കൊടുത്ത് ഇതിനേക്കാളും കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം തിളപ്പിക്കുക. ഇത് അധികം തിളപ്പിക്കാൻ നിൽക്കേണ്ട, അതൊന്ന് കുറുകിയൊരു പരുവത്തിലാവുമ്പം തന്നെ നമുക്കതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക നമുക്ക് കറിവേപ്പില. ഉപ്പ് നോക്കി നമുക്ക് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണേൻ്റെതാണ് ഒരു ടേസ്റ്റായിട്ട് വരുന്നത്. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ഓലൻ റെഡിയായി. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സദ്യയിലെ ഒരു വിഭവം കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു സ്റ്റൈലിലത് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഫേസ്ബുക്കിലെ കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, താങ്ക് യു.